ഹോൺബിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോയി. അതിനുശേഷം മനസ്സിലായി ഇവിടെ രാത്രി ഫുഡ് സ്ട്രീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പക്ഷേ ഒരു 9-9:30 വരെയേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ പോലീസ് വന്ന് അടപ്പിക്കും. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞ് പിന്നെ ഈ ടെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പൊതുവെ ഇങ്ങോട്ടേക്ക് പിന്നെ കണക്ടിവിറ്റി ഉണ്ടാവില്ല. കുറച്ച് ഇങ്ങോട്ട് ടൗണിലോട്ട് വന്നു കഴിഞ്ഞാൽ ടൗണിൽ ഹോട്ടലുകളിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് വി ഹാവ് ഫുഡ് സ്ട്രീറ്റ്സ് ഓവർ ഹിയർ. അപ്പോൾ അത് രാത്രി കുറച്ച് നേരം വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് നൈറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കണ്ടാൽ അറബി ഒന്നും പറയില്ല, പക്ഷെ അറബി ഡ്രസ്സ് കണ്ടിട്ട് അവര് അറബി എന്ന് തെറ്റിദ്ധരിക്കുന്നത്. വേറൊരു കാര്യം പറയുന്നത് ഇവർ ഈ ഡ്രസ്സിൽ കണ്ടോണ്ടെന്ന് അറിയില്ല. എപ്പോഴും കണ്ടല്ലോ അസ്സലാമു അലൈക്കും ഹബീബി കം ടു ദുബായ്. ഇൻസ്റ്റാഗ്രാം എഫക്ട് നല്ലോണം ഉണ്ട് കേട്ടോ ഇവിടെ. അധികം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഉള്ളതിപ്പോ ഇതാ പട്ടായ പോലത്തെ ഒരു മാർക്കറ്റില്ല കേട്ടോ. ഒരു സ്ട്രീറ്റാ, കിട്ടില്ല സ്ട്രീറ്റാ, ഫുഡ് സ്ട്രീറ്റ് ആട്ടോ ഇത്. ചിക്കന്, പോർക്ക്, പിന്നെ അതുപോലെ ചെമ്മീൻ കേട്ടോ. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൊയ്മൊക്കെ എടുത്തതാ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ മാത്രമായിരിക്കും കേട്ടോ ഈ ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാവുക. ഇത് നൈറ്റ് ആട്ടാ ഇവിടെ ഉണ്ടാവുക. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളാണ് കൂടുതലും ഈ ഫുഡ് സ്ട്രീറ്റും സംഭവങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ദിവസമാണ് നാഗാലാൻഡിൽ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാർ മെമ്മോറിയലാണ്. നമുക്കറിയാലോ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സൈനികരുടെയും പിന്നെ ബ്രിട്ടീഷ് സൈനികരുടെയും അവരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ശവകുടീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണിത്, വാർ മെമ്മോറിയൽ. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ പോകുന്നതായിരിക്കും. ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. US അംബാസഡറൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇന്നലെ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇനോഗ്രേഷൻ്റെ സമയത്ത് വന്നത് കണ്ടിരുന്നു. US അംബാസഡർ ടു ഇന്ത്യ ഈ സൈനിങ്. ഇവരൊക്കെ വാർ മെമ്മോറിയൽ കാണാൻ വന്നിട്ടുണ്ട്. അംബാസഡർ ആണ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തുള്ളൊരു ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാണ്. ഒത്തിരി വലിയ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റും.
നീല ജാക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാണ് കേട്ടോ. ഭയങ്കര മൊമെൻ്റാണ്. ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ ടു ഇന്ത്യ. അവരുടെയൊക്കെ VIPസിൻ്റെ ഒക്കെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ വലിയ വലിയ VIPs വരുന്നുണ്ട് കേട്ടോ. ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ട വാഹനങ്ങളൊക്കെ കണ്ടില്ലേ? എത്ര പേരാണ്? 330ഓളം സൈനികരാണ് ഇന്ത്യക്കാരുടെ മരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി പോരാടി മരിച്ച നമ്മുടെ സൈനികരുടെ ശവകുടീരങ്ങളാണിത്. കമ്പൈൻഡാണ്. അടുത്ത് മാവോ മാർക്കറ്റിലാണ് ഉള്ളത്. മാവോ മാർക്കറ്റിൽ പഴം പച്ചക്കറികൾക്ക് പുറമെ ഒരുപാട് മീറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ പ്രധാനമായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് പന്നി, ബീഫ്, അതുപോലെ തന്നെ നായർച്ചി വളരെ റയറസ്റ്റ് ആയിട്ടാണ് ഇവിടെ കിട്ടുക. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പാമ്പും അടക്കം ഇവിടെ ലഭ്യമാണ്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും വിടില്ല ഇവർ. കാരണം ഇവർ വീഡിയോ എടുക്കാൻ വിടാത്തൊരു കാരണം എന്ന് പറയുന്നത് ഇവരൊരു ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ആ വീഡിയോ എടുക്കുന്നത് പറയുന്നത്. അതായത് ഒരു പട്ടി വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ അവർക്കൊരു ഇൻസൾട്ടിങ് ആണ്. അതുകൊണ്ടാണ് അവർ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തത്. അവരുടെ സംസ്കാരത്തിന് നമ്മൾ മോശമായി പറയുന്നത് പോലെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അല്ലേ? ഇവിടെ എലി, കുഞ്ഞി എലിയൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. മഷ്റൂമാണ് കേട്ടോ ഇത്. 100 രൂപ ഒരു പ്ലേറ്റിന്. ഇവിടെ നാഗാ ചില്ലി എന്ന് പറഞ്ഞാൽ വിൽ ആസ്ക് ഹർ വെദർ ഇറ്റ് ഈസ്. മാം എക്സ്ക്യൂസ് മീ, ദിസ് വൺ ഇസ് നാഗാ ചില്ലി. ഓക്കെ, ഇതിനെയാണ് വേൾഡ് സ്പൈസിയസ്റ്റ് ചില്ലി എന്ന് പറയുന്നത്. എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. തണുപ്പുണ്ട് കേട്ടോ. ഇത് പാലക്കാണ്. നല്ല തണുപ്പുണ്ട്. എല്ലാം നല്ല തണുപ്പാണ്. ഇത് പാലക്കല്ലല്ലോ, ഇത് പാലക്കല്ല. ഇത് പൂവലുണ്ട്. ഇത് ഇതിൻ്റെ കടുകിൻ്റെ അതല്ല ഇത്. എനിക്കറിയില്ല. കടുകിൻ്റെയാണ് മഞ്ഞ കളർ. ഇത് കടുകിൻ്റെയാണ് കേട്ടോ. കടുക്. ടൊമാറ്റോ. വിച്ച് വൺ? ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ നിറയെ കിട്ടാനുണ്ട് എല്ലായിടത്തും. പിന്നെ ഉണക്കമീനുണ്ട്, ഉണക്കമീൻ കിട്ടാനുണ്ട്. എല്ലാം നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കുറേ ഇലകളുണ്ട്. പച്ചക്കറികളൊക്കെ വളരെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങോട്ടും ഇയാളെ നമ്മൾ ഇന്നലെ കാണിച്ചതാണ്. പട്ടുനൂൽ പുഴു അല്ലേ? അല്ല, സിൽക്ക് വോം. യു ക്യാൻ ടച്ച് സിൽക്ക് വോം. സിൽക്ക് വോം അതിൻ്റെ പേര്. സിൽക്ക് വോമിന്റെ പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത്ര. ഇത് നമ്മളെ എലി, കുഞ്ഞെലി, വെള്ള എലീനെ കണ്ടോ? ഈ എലീൻ്റെ ഇറച്ചിയൊക്കെ കഴിക്കുന്നതാണ്. This is different. Yeah. This is different and different. This is very Spanish. Smellish. Okay. This. Yeah. This one is used for eating. Yeah. Oh. During cough, no? During cough. Cough. Medicinal value. Okay. Make soup out of it. ഇതിനെ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കും അത്രയും. മുട്ട ഇടുമ്പോൾ അതിന് മുമ്പുള്ള
ഇതുണ്ടല്ലോ കോമ്പ് അല്ലേ ഹണി കോമ്പ് കടന്നലിന്റെ ഇത്രയും അതുവരെ കഴിക്കും. What kind of seeds it is? This is Nagaland oil seeds, so different one. Oh. Not this sarso. Oh, What is that? Not that mustard. What is that? Pork, dried pork. dried pork intestine. Frog. Gotcha. Dried frog. But it is too lengthy then. Oh, the size is like that, no? Frog ഇടാ നമ്മുടെ ചൂടൻ നാഗ ചില്ലി. മാം ദിസ് ഇസ് നാഗ ചില്ലി റൈറ്റ്? The spiciest one in the world. Is it like that? Very spicy. ഇതിന്റെ വിത്തുകൊണ്ട് നമുക്ക് അവിടെ ചിലര് പൊടിച്ചു തവളന്റെ തൊലി ഉണക്കിയതാ. തൊലി മാത്രമേ മീറ്റല്ല, തൊലിയില്ല അതിന്റെ. എനിക്ക് ഇതൊന്നും വാങ്ങിച്ചാലോ? തവളയിലെ ഭയങ്കര വിചിത്രം. അല്ല, തവളയുടെ തൊലിയാണ് ഉണക്കിയിട്ടുള്ളത്. തവളന്റെ മീറ്റല്ല, തവളന്റെ തൊലി കണ്ട. ബട്ട് ഭയങ്കര ലെങ്ത് അല്ലേ അത്? ശരിക്കും ഇറ്റ്സ് വെരി ലെങ്തി then. Not that much length. When it gets dried, no? It's like that. Oh. This fried Dried one. This is one, no? Yes. Small frogs, വളരെ കുഞ്ഞു frogs. And how do you cook this one? It's With fry? vegetables, oil. Frying. Oh, yeah. Any style you can cook, no? Are you going to eat? He's saying where do we get? നമ്മുടെ snails ഇവിടെ കുറേ ആണ്. Eatable snail, no? Eatable snail. മുട്ടയിടാനുള്ള സംഭവം കടന്നലിന്റെ. This is honey bee or? Not the honey bee. This is the bigger one, no? bigger one. Yeah. Which only produce the babies, no? Yeah. അപ്പോൾ മാവോ മാർക്കറ്റിനോട് നമ്മൾ തൽക്കാലം ബൈ പറയുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഒരു ചർച്ചുണ്ട്. ആ ചർച്ച് കൂടി കാണാനുള്ള ഒരു യാത്രയാണ്. ദിസ് ചർച്ച് ഇസ് ബേസിക്കലി എ കോമൺ ചർച്ച്. Yeah. This church is belong to Catholic. കോമൺ ട്രൈബ്സ്. Catholic. This church belongs to Catholic, but it is run by every tribe. Run by every. Okay. Participation to every tribe can participate, no? Not Otherwise, for individual tribe. this entire Kohima, the major predominant tribe is Angamis. Angamis tribe. Angamiയാണ് ഇവിടുത്തെ പ്രിഡോമിനന്റ് ട്രൈബ്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഇതാണ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മളിവിടെ ഈ ചർച്ചിലേക്ക് പോകുന്നതിൻ്റെ വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. മുഴുവനായിട്ട് കോഹിമ സിറ്റി കാണാൻ പറ്റും. നിറയെ ബിൽഡിങ്സ് നിറഞ്ഞിട്ടുണ്ട്. ക്രൗഡഡാണ്. പിന്നെ തായ്ലൻഡ് കുഴപ്പമില്ല, നല്ല. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. ഇവിടുത്തെ ട്രൈബ് വിഭാഗങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കോമൺ ചർച്ചാണിത്. മനോഹരമായിട്ടുള്ളൊരു RC റോമൻ കാത്തലിക് ചർച്ച്. ബട്ട് almost every tribe can come here and worship. അകത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ശബ്ദം എടുക്കുന്നില്ല തീരെ. ലെൻസ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്രയർ ഗോയിങ് ഓൺ. നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് ഒക്കെയാണ്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ അല്ലേ? അടിപൊളി. യേശുവിൻ്റെ രൂപം കാണാം. അതിൻ്റെ ഒരു നല്ല പിങ്ക് കളർ, വയലറ്റ് കളർ ഒരു ബാക്ക്ഗ്രൗണ്ട്. ബ്യൂട്ടിഫുൾ. അകത്തേക്ക് മൊബൈൽ അലവ് അല്ല. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ നല്ല ഫോട്ടോ എടുക്കാനുള്ള. ഈ ചർച്ചിന് താഴെ മനോഹരമായൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് സെറ്റ് വെച്ചിട്ടുണ്ട്. മനോഹരമായ
നമുക്ക് കോഹിമ ടൗൺ മുഴുവനായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് വിശാലമായിട്ട് കോഹിമ ടൗൺ. ചർച്ചിത പുറകെ കിടക്കുന്നു. തൊട്ട് പുറകിൽ തന്നെയാണ് നമ്മുടെ വ്യൂ പോയിന്റ്. അടിപൊളിയല്ലേ? ഇതാ നമ്മുടെ ഈ ചർച്ചിന് മുമ്പിൽ ഒത്തിരി കുരിശിത രൂപം, കുരിശ് ചുമക്കുന്ന യേശു ക്രിസ്തുവിന്റെ രൂപം